കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ലേൺവൈസ് ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ആണ്. ഈ ഒരു അനാലിസിസിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് MCO04 ബിസിനസ് എൻവയോൺമെന്റ് എന്ന സബ്ജക്റ്റ് ആണ്. അതായത് MCOM ഫസ്റ്റ് സെമ്മുകാരുടെ വൺ ഓഫ് ദ കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നതാണ് MCO04 അഥവാ ബിസിനസ് എൻവയോൺമെന്റ്. ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിന്റെ മെയിൻ എയിം എന്നല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഈ സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷൻ ഈസി ആക്കുക എന്നുള്ളതാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഓൾറെഡി പറഞ്ഞ പോലെ ഇതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറയുന്നത് MCO04 അഥവാ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാം പ്രിപ്പറേഷൻ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാരിറ്റി ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുക. ഏതൊക്കെ അതിന്റെ ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അവൈലബിൾ ആയിരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് എക്സാം, എങ്ങനെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും. ദെൻ നമുക്ക് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് വരുന്ന എന്താണ് കൂടുതലും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ പാസ്റ്റ് എക്സാംസിലും കൂടുതലും ഫ്രീക്വന്റ്ലി ചോദിച്ചു കാണുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ദെൻ വരുന്ന മൂന്നാമത്തെ ഭാഗമാണ് കമ്പാരൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. അതായത് നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ കഴിഞ്ഞു പോയ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതിലൂടെ വരുന്ന കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നമ്മുടെ തേർഡ് പാർട്ടിൽ നമ്മൾ പറയുന്നുണ്ടാവുക. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ്. അതായത് ഓരോ ബ്ലോക്സും അല്ലെങ്കിൽ യൂണിറ്റ്സും ടോപ്പിക്സ് വൈസ് റിപ്പീറ്റഡ് ആയിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും ഓരോ ടോപ്പിക്കുകളിൽ നിന്നും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞ പോലെ ടോപ്പിക് പ്രോബബിലിറ്റി, അതായത് ഓരോ ടോപ്പിക്സിനും എത്രത്തോളം ചാൻസ് ഉണ്ട് ഇനി വരുന്ന ഈ ഡിസംബർ 2024 എക്സാമിന് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസ് എങ്ങനെയായിരിക്കാം ഇനി അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കാം വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതുമായിരിക്കും. ദെൻ നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് എങ്ങനെയായിരിക്കാം നമുക്ക് ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഒരു മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഒരു ഗൈഡ് നമുക്ക് എന്തിനാണ് ഈ ഒരു എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കണക്റ്റഡ് ആയിട്ട് പോവേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിസ് തന്നെയാണ് ഈ ഒരു 3.0 അഥവാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അതായത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓവറോൾ ആ ഒരു 1 ഇയർ പ്രിപ്പറേഷൻ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഈ പറയുന്ന പ്രൊഡിക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഓൾറെഡി പറഞ്ഞ പോലെ നെക്സ്റ്റ് ടോപ്പിക്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും എങ്ങനെയാണ് ആ ഒരു സിലബസിനെ നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ ഫ്രീക്വൻസി അനാലിസിസ്, അതായത് ഓരോ
ടോപ്പിക്സും എങ്ങനെയാണ് ഓരോ കഴിഞ്ഞ എക്സാംസിനും, അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഹൈ പ്രോബബിലിറ്റി ആണോ, അല്ലെങ്കിൽ ഈ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹൈ പ്രയോറിറ്റി ഏരിയാസിൽ വരുന്നത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ലോവർ പ്രയോറിറ്റി ഏരിയാസിൽ വരുന്നത്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 കാറ്റഗറൈസ് ആയിട്ട് തരുന്നുണ്ട്. ഹൈ, അതുപോലെ തന്നെ മീഡിയം, ദെൻ ലോ. ഈ 3 കാറ്റഗറൈസ് ചെയ്ത് ഓരോ ഏതും വരുന്നുണ്ട്, ഓരോ ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് വൈസ് നമ്മളിത് കൺസിഡർ ചെയ്ത് പറയുന്നുണ്ട്. അതിലേക്ക് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്. അതിലെ യൂണിറ്റ് 1 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. അതിൽ വരുന്ന ടോപ്പിക്കുകൾ നോക്കുവാണെങ്കിൽ അതിന്റെ കൺസെപ്റ്റ്, സിഗ്നിഫിക്കൻസ്, കമ്പോണൻസ്, ഇത്രയാണ് ആ ഒരു യൂണിറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. അതിന്റെ ഫ്രീക്വൻസി അഥവാ നമുക്ക് പാസ്റ്റ് എക്സാംസിന് വന്നതായിട്ട് കാണുന്നത് 5 തവണയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിന്റെ കൺസിഡറേഷനിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹൈലി കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സുകൾ തന്നെയാണ് എമർജിംഗ് സിനാറിയോ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ യൂണിറ്റ് 3 സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് എന്നുള്ള യൂണിറ്റ് 3യിൽ നിന്നും നമുക്ക് വരുന്ന ഡയമെൻഷൻസ്, റിപ്പോർട്ടിംഗ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളത് 6 ടൈംസ് ആണ് നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ച് കാണുന്നത്. അതുപോലെ റെഗുലേറ്ററി ആൻഡ് പ്രൊമോഷണൽ റോൾ ഓഫ് ഗവൺമെന്റ് എന്ന ടോപ്പിക്സ് യൂണിറ്റ് 4ൽ നിന്നും വരുന്ന പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ് 5 ടൈംസ്. എഗെയിൻ ഹൈ പ്രയോറിറ്റി ഏരിയാസിന്റെ കൺസിഡർ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ്. ദെൻ നമുക്ക് മീഡിയം അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്നും മീഡിയം പ്രയോറിറ്റി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സുകളാണ് യൂണിറ്റ് 2 സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെന്റിൽ നിന്നും വരുന്ന സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് എന്നുള്ളത്, അതുപോലെ തന്നെ കൺസ്യൂമറിസം ഇൻ ഇന്ത്യ. ഇത് രണ്ടും നമുക്ക് എന്താണ് മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സുകളാണ്. ദെൻ നമുക്ക് ബ്ലോക്ക് 2 ലീഗൽ എൻവയോൺമെന്റ് എന്ന ബ്ലോക്ക് 2ലേക്ക് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 5 റെഗുലേറ്ററി പോളിസീസ് ആൻഡ് ഫ്രെയിംവർക്ക് എന്നുള്ളതും, അതുപോലെ തന്നെ യൂണിറ്റ് 7 കോർപ്പറേറ്റ് ലോസ്, അതിലെ കോമ്പറ്റീഷൻ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ യൂണിറ്റ് 5ലെ റെഗുലേറ്ററി പോളിസീസ് ആൻഡ് ഫ്രെയിംവർക്ക് എന്ന യൂണിറ്റിൽ നിന്നും പോളിസി സ്റ്റിൽ 1990 ജൂലൈ 1991 റിഫോംസ്, ഇതെല്ലാം എന്താണ് ഹൈലി പ്രയോറിറ്റൈസ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് പോളിസി സ്റ്റിൽ 1990, അതുപോലെ തന്നെ 1991 റിഫോംസ്, ഇതെല്ലാം 4 ടൈംസ് ആണ് നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ച് കാണുന്നത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റി ആക്ട്, ഇതും യൂണിറ്റ് 8 ലേബർ ലെജിസ്ലേഷനിൽ നിന്നുള്ള ടോപ്പിക്സുകളാണ്. അതും അതുപോലെ തന്നെ SICA അമെൻമെന്റ്സ് ടു കമ്പനി ലോ 3 ടൈംസ് ആണ് നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ച് കാണുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ് മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബ്ലോക്ക് 3യിലേക്ക് നോക്കുവാണെങ്കിൽ റെഗുലേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്ക് 3 വരുന്നത്. അതിലെ നമുക്ക് ഹൈലി ടോപ്പിക്സുകളായിട്ട് വരുന്നത് യൂണിറ്റ് 9 ആൻഡ് യൂണിറ്റ് 10 ആണ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതിൽ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസസ് 4 ടൈംസ് ആണ് ഫ്രീക്വന്റ്ലി ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ യൂണിറ്റ് 10ൽ നിന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ കുറിച്ചും ലിസ്റ്റിംഗ്, സെബി ഗൈഡ് ലൈൻസ് എല്ലാം 5 ടൈംസ് ആണ് ഫ്രീക്വന്റ്ലി ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 യൂണിറ്റ്സും നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു ഏരിയാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 11 ആൻഡ് 12 ആണ് നമ്മുടെ മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് ആയിട്ട് വരുന്നത്. അതായത് റെഗുലേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. ഈ 2 യൂണിറ്റ്സിൽ നിന്നും നമുക്ക് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് കോർപ്പറേറ്റ് ഗവേണൻസ്, അതുപോലെ തന്നെ സെബീസ് റോൾ 3 ടൈംസ് ആണ് നമുക്ക് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇൻവെസ്റ്റേഴ്സ് റൈറ്റ്സ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്, ഇത് 2 ടൈംസ് ആണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുവാണെങ്കിൽ എക്കണോമിക് എൻവയോൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഹൈ പ്രയോറിറ്റൈസ് ഏരിയാസ് ആയിട്ട് വരുന്നത് 3 യൂണിറ്റുകളാണ്. യൂണിറ്റ് 15, 16 ആൻഡ് 17 എക്കണോമിക് പോളിസീസ്, അതായത് യൂണിറ്റ് 15 എക്കണോമിക് പോളിസീസ് ആണ്. അതിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സുകളാണ് ഫിസിക്കൽ, മോണിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ്. 6 ടൈംസ് ആണ് നമുക്ക് ഫ്രീക്വന്റ്ലി ഈ ഒരു ടോപ്പിക്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 16 സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 16. അതിൽ നമുക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്രോത്ത്, അതിന്റെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, പ്രോസ്പെക്ടസിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ, അതായത് 5 ടൈംസ് ഫ്രീക്വന്റ്ലി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ യൂണിറ്റ് 17 എക്കണോമിക് റിഫോംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ ലിബറലൈസേഷൻ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ, ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ 7 ടൈംസ് ആണ് നമുക്ക് ഫ്രീക്വന്റ്ലി കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 യൂണിറ്റ്സും നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൂടുതൽ ടൈം കൊടുത്ത് നമ്മൾ റിവൈസ് ചെയ്ത് പോവേണ്ട യൂണിറ്റ്സുകളാണ്. ഇനി ഒരു മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് വരുന്ന മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് യൂണിറ്റ് 13 ആൻഡ് യൂണിറ്റ് 14 ആണ്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി ആൻഡ് എക്കണോമിക് പ്ലാനിംഗ്. ഇന്ത്യൻ എക്കോണമി, അതായത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമിയിൽ നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻകം ട്രെൻഡ്, പബ്ലിക് സെക്ടർ എന്നിവയെ കുറിച്ചാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. ആ 2 ടോപ്പിക്കുകളും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ 3
ടൈംസ് ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ എക്കണോമിക് പ്ലാനിംഗ് എന്ന യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസും മഹലനോബിസ് മോഡലുമാണ് നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. 2 ടൈംസ് ആണ് നമുക്ക് കഴിഞ്ഞ അല്ലെങ്കിൽ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയാണ് നമുക്കൊരു ബ്ലോക്ക് 4ൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. ബ്ലോക്ക് 5ലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണ് നമ്മുടെ ബ്ലോക്ക് 5. അതിൽ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അഗെയിൻ 3 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 18, 19 ആൻഡ് 20. 18 ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആണ്. അതിൽ നിന്നും എക്സിം പോളിസി, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്, അത് നമുക്ക് ഫ്രീക്വന്റ്ലി 5 ടൈംസ് ആണ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. യൂണിറ്റ് 19ലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ ആൻഡ് WTO ആണ്. അതിൽ ട്രിംസ്, ഇമ്പാക്ട് ഓഫ് WTO, ഇതെല്ലാം മസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. 4 ടൈംസ് ആണ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. യൂണിറ്റ് 20ലേക്ക് നോക്കുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൊളാബറേഷൻ ആണ് യൂണിറ്റ് 20. അതിൽ FDI, പോളിസി ട്രെൻഡ്സ്, ഈ 2 ടോപ്പിക്കുകളാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. 6 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 യൂണിറ്റ്സ് 18, 19 ആൻഡ് 20 മസ്റ്റ് ആയിട്ട് നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ്. യൂണിറ്റ് 21 ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്നുള്ളത്, അതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ടെക്നോളജി ട്രാൻസ്ഫർ, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം, മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മീഡിയം ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ടോപ്പിക്സുകളാണ്. 3 ടൈംസ് ആണ് നമുക്ക് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ബ്ലോക്ക് 5 ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ 5 ബ്ലോക്കുകളിലായിട്ട് നമുക്ക് ഓരോ ടോപ്പിക് വൈസും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വൈസും നമുക്ക് ഓരോ യൂണിറ്റിലും ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇതിൽ നിന്നും ഒരു വിഷ്വൽ സമ്മറി എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ലേക്ക് നോക്കുമ്പോൾ സോഷ്യൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്നുള്ള ഭാഗത്ത് നിന്നും 18 ഒക്യുറൻസ് ആണ്. അതായത് 25% പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ ഒരു ബ്ലോക്ക് 1ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ബ്ലോക്ക് 2 ലീഗൽ എൻവയോൺമെന്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് 14 ഒക്യുറൻസ് ആണ്. അതായത് ഒരു 19% ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലോക്ക് 3ലേക്ക് വരുവാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് 14 അപ്പിയറൻസ് ആണ്, 19% ആണ്. സെയിം ആസ് ബ്ലോക്ക് 2 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലോക്ക് 4 ഏകദേശം ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3യുടെ പോലെ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 20 ഒക്യുറൻസ് ആണ്, 28% ആണ് നമുക്ക് ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വന്റ്ലി ചോദിച്ച് കാണുന്നത്. ബ്ലോക്ക് 5ലേക്ക് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി അവിടെ ആ ഒരു ബ്ലോക്ക് 5ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ ഒരു പ്രസൻസ് അവിടെ കുറവാണ്. 14% ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാർ ഗ്രാഫ് ആയിട്ട് നമുക്ക് ഇതിവിടെ, അതായത് ഓരോ ടോപ്പിക്സിലും അല്ലെങ്കിൽ ഓരോ ബ്ലോക്സിൽ നിന്നുള്ള ഓരോ ടോപ്പിക്സും എങ്ങനെയാണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി 1-2 എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ അല്ലെ. അപ്പം ബിസിനസ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ എല്ലാം എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും നമുക്കതൊന്ന് പറയാം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ എന്തായിരിക്കും ഇത് എക്സാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും ചോദിക്കുന്നത് അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ഫോമിലാണ് നമ്മൾ അത് എഴുതുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കണം, നമ്മൾ ഇൻഡെപ്ത് ആയിട്ടും അതുപോലെ തന്നെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഇവാലുവേഷൻസ് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു തിയറിയെ കുറിച്ച് നമ്മൾ എന്താണോ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്റ്റ് പേപ്പേഴ്സിൽ നിന്നുള്ള ഒരു
എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ലോങ് എക്സേ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ് ഫോർ ബിസിനസ് ഇൻ ഇന്ത്യ. ഇത് നമുക്ക് ജൂൺ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്കസ് ദി ഇന്ററാക്ഷൻ മെട്രിക്സ് ഓഫ് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ്. ഇത് ഡിസംബർ 2022 നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് വരുന്നത്. ഇതും എന്താണ്, ഡിസ്ക്രിപ്ഷൻ ടൈപ്പിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്ത് പോകേണ്ടത്. ബട്ട് കമ്പാരിറ്റീവ്ലി ലോങ് ആൻസേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു എന്ത് കുറയ്ക്കാം, വേർഡ്സിന്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ബ്രീഫ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആൻസേഴ്സിനെ ഫോക്കസ് ചെയ്ത് സ്പെസിഫിക് ടേംസ് അല്ലെങ്കിൽ ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റുകളായിരിക്കും നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. എക്സാമ്പിൾ പറയുവാണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച്, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കുറിച്ച് നമുക്ക് ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് വരാം. അത് നമുക്ക് കണ്ടിട്ടുള്ളത് ജൂൺ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ട്രിപ്സ് ആൻഡ് ട്രിംസ്. അത് നമുക്ക് ഏതാണ് ജൂൺ 2023 ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ ക്രിട്ടിക്കൽ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം എഴുതി പോകുന്ന രീതിയിലായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഹാസ് ബീൻ പുവർ ജസ്റ്റിഫൈ. അതായത് നമ്മുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ അവിടെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ക്രിട്ടിസൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂൺ 2022 നമുക്ക് വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അനാലിസിസ് ബേസിസിൽ വരുന്നതാണ്. ദിസ് ഓൾസോ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് തന്നെ ആയിരിക്കും. അതായത് ക്വസ്റ്റ്യൻസ് ഫോക്കസിങ് ഓൺ ഡിഫറൻസ്, അതായത് ഇപ്പം എന്താണ് രണ്ട് കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത് രണ്ട് കൺസെപ്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന കമ്പാരിറ്റീവ് അനാലിസിസിൽ വരുന്നുണ്ടാവുക. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഏതാണ് ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂൺ 2024 നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരാവുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേസ് സ്റ്റഡീസ്. അതായത് ഒക്കേഷണലി ആണ് നമുക്ക് ആ ഒരു കാര്യം പ്രതീക്ഷിക്കാവുന്നത്, എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് റെഡി അല്ലെങ്കിൽ പ്രിപ്പയർ ആയിരിക്കണം അല്ലെ. അപ്പം അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മൾ തിയറട്ടിക്കലി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കൺസെപ്റ്റുകളെ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ റിയൽ വേൾഡ് സിനാരിയോസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു ഇപ്പം ഓരോ അതായത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഇപ്പം ഓരോ ബ്ലോക്സിൽ നിന്നും ഓരോ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് അവൈലബിൾ ആയി അല്ലെ. അപ്പം ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ബ്ലോക്സ് ആയിട്ട് വരുന്നത് ബ്ലോക്ക് 1 സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, അതിൽ നിന്നും 5 to 7 ക്വസ്റ്റ്യൻസ് പെർ ഇയർ നമുക്ക് ചോദിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ബ്ലോക്ക് 4 എക്കണോമിക് എൻവയോൺമെന്റിൽ നിന്നും 4 to 6 ക്വസ്റ്റ്യൻസ് പെർ ഇയർ ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ബ്ലോക്ക് 5 നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ നിന്നും 3 to 5 ക്വസ്റ്റ്യൻസ് ആണ് പെർ ഇയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ഫേവറബിളി എക്സാമിൻ ചെയ്യുന്നതിന്റെ ബേസിസിലാണെങ്കിൽ ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 3 അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്, അതാണ് നമുക്ക് കൂടുതലും ഫ്രീക്വന്റ്ലി ടോപ്പിക്സ് എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണുന്ന യൂണിറ്റ് ആയിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 4 നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്നുള്ളതിൽ നിന്നും കോമൺ ഫോർ ബോത്ത് എസ്എസ് ആൻഡ് ക്രിട്ടിക്സ്, അതായത് ക്രിട്ടിക്കൽ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും എസ്എ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ഈ പറയുന്ന യൂണിറ്റ് 4 നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് യൂണിറ്റ് 15 ആൻഡ് 16 ഈ രണ്ട് ബ്ലോക്സുകളിൽ നിന്നാണ് എക്കണോമിക് പോളിസീസ് എന്ന യൂണിറ്റ് 15 നിന്നും ഹൈലി ഫേവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ഈ കാര്യങ്ങളാണ് നമുക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആൻഡ് ഓൾസോ യൂണിറ്റ് 16 നോക്കുകയാണെങ്കിൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച്, അതായത് കൺസിസ്റ്റന്റ് കവറേജ് ആണ്. അതായത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ആ ഒരു യൂണിറ്റ് 16 നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ബ്ലോക്ക് 5 നോക്കുമ്പോൾ യൂണിറ്റ് 19 ആൻഡ് യൂണിറ്റ് 20. യൂണിറ്റ് 19 ഗ്ലോബലൈസേഷൻ ആൻഡ്
WTO അതിൽ നിന്നും ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യൂണിറ്റ് 20ലേക്ക് നോക്കുന്ന സമയത്ത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൊളാബറേഷൻ അതിൽ നിന്നും essay ക്വസ്റ്റ്യൻസ്, അതായത് essay ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഈ പറയുന്ന FDI പോളിസിയിൽ നിന്നൊക്കെ കൂടുതലും essay ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഏകദേശം നമുക്കൊരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആവറേജ് മാർക്ക് അലോക്കേഷൻ പെർ ബ്ലോക്ക് എന്നുള്ള രീതിക്കാണ് ഇവിടെ ടാബ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 1ലേക്ക് നോക്കുകയാണെങ്കിൽ 25% ആണ് നമുക്ക് ആ ഒരു ബ്ലോക്ക് 1ൽ നിന്നും എസ്സേസ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബ്ലോക്ക് 2 ലീഗൽ എൻവയോൺമെന്റിൽ നിന്നും 20% ഓഫ് മാർക്സ് നമുക്ക് കമ്പാരിറ്റീവ് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഷോർട്ട് നോട്ട്സ് ആയിട്ടും നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 റെഗുലേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നും 15% ആണ് നമുക്ക് ക്രിട്ടിക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും എസ്സേസ് ആയിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ബ്ലോക്ക് 4 എക്കണോമിക് എൻവയോൺമെന്റിൽ നിന്നും 25% ഓഫ് മാർക്സ് ആണ് നമുക്ക് essay ടൈപ്പ് അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ബ്ലോക്ക് 5 ഇന്റർനാഷണൽ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണ്, അതിൽ നിന്നും 15% ആണ് നമുക്ക് സെയിം ആസ് ബ്ലോക്ക് 3 പോലെ തന്നെ നമുക്ക് എന്താണ് essay ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ നമ്മൾ ഒരു പൈ ചാർട്ടിന്റെ ഫോമിൽ ഇവിടെ ബ്ലോക്ക് വൈസ് മാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ബാർ ഗ്രാഫ് ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് പെർ ബ്ലോക്ക് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന റീസെന്റ് എക്സാംസിൽ നിന്നും ഇൻക്രീസിംഗ് ഫോക്കസ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്കണോമിക് റിഫോംസ് എന്നുള്ള യൂണിറ്റ് 17 അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ യൂണിറ്റ് 19 ഈ യൂണിറ്റുകളിലേക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ കൺസിസ്റ്റൻസി, അതായത് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചോദിച്ചു കാണുന്ന കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് ഓൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, അതായത് യൂണിറ്റ് 3 ആൻഡ് FDI പോളിസീസ് യൂണിറ്റ് 20. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ഇയേഴ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിലും നമുക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു 50% ഓഫ് ടോട്ടൽ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ 50% ഓഫ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് essay ടൈപ്പിലായിരിക്കാം. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരുന്നത് 25% ആയിരിക്കും നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു ക്രിട്ടിക് ടൈപ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മോർ കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് അനാലിസിസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് 25% ഓഫ് മാർക്സ് ആയിരിക്കും. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ്, അതായത് ഓരോ ബ്ലോക്സിൽ നിന്നും യൂണിറ്റിൽ നിന്നും ടോപ്പിക്കിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഓരോ യൂണിറ്റ് വൈസ് ഉള്ള കാര്യങ്ങൾ. ബ്ലോക്ക് 1 ഏതാണ്, യൂണിറ്റ് 3 സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് തന്നെയാണ്. അതിൽ ടോപ്പിക് നോക്കുകയാണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതും അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണ്, എങ്ങനെയായിരിക്കും ആ ഒരു ബിസിനസ് ഇന്ത്യയിലെ ബിസിനസിനെ അത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് ജൂൺ 2021 അതുപോലെ തന്നെ ഡിസംബർ 2022 നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഓൾസോ
എന്താണ് എങ്ങനെയാണ് അതായത് സോഷ്യലി റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻസ് ആർ മോസ്റ്റ് സക്സസ്ഫുൾ ഈ ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എങ്ങനെ എലാബറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസംബർ 2021 ഈ ഒരു യൂണിറ്റ് 3 അഥവാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത്. 3 ടൈംസ് ആണ് അത് ഇൻക്വയർഡ് ചെയ്തിട്ടുള്ളത്. അത് മാർക്സ് വന്നിട്ടുള്ളത് 20 മാർക്സിനാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് സോഷ്യൽ അക്കൗണ്ടിങ്. യൂണിറ്റ് 3യിൽ നിന്നും നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി അപ്രോച്ചസ് ടു സോഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ ഒരു കാര്യമാണ് കൂടുതലും നമുക്ക് വരാൻ വന്നിട്ടുള്ളത്. അതായത് ഡിസംബർ 2021 ഡിസംബർ 2023 നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാർക്സ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 10 മാർക്സിനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 2ലേക്ക് കടക്കുന്ന സമയത്ത് ലീഗൽ എൻവയോൺമെന്റ് ആണ്. അതിൽ യൂണിറ്റ് 7 കോർപ്പറേറ്റ് ലോസ് എന്ന ടോപ്പിക്സിൽ നിന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജൂൺ 2021 ഡിസംബർ 2021 നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സിനാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് അതിൽ തന്നെ അതായത് നമ്മുടെ ബ്ലോക്ക് 3യിലേക്ക് കടക്കുന്ന സമയത്ത് യൂണിറ്റ് 5 റെഗുലേറ്ററി പോളിസി ആൻഡ് ഫ്രെയിംവർക്ക് ആണ്. അതിൽ നമുക്ക് റിഫോംസ് ഓഫ് അതായത് ഏതാണ് റിഫോംസ് ഓഫ് ജൂലൈ 1991 ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്താണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കാണുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് അതായത് 1991 റിഫോംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള റെഗുലേറ്ററി പോളിസീസ് എന്തൊക്കെയാണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ റിഫോംസ് എന്നുള്ളതും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ജൂൺ 2024 അതുപോലെ തന്നെ ജൂൺ 2023 നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4ലേക്ക് നോക്കുന്ന സമയത്ത് എക്കണോമിക് എൻവയോൺമെന്റ് യൂണിറ്റ് 15 നിന്നും യൂണിറ്റ് 16 നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫിസിക്കൽ പോളിസി റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ചാലഞ്ചസ് എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ പോളിസി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസിക്കൽ പോളിസി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2022 ആൻഡ് ജൂൺ 2023 നമുക്കത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ റോൾ ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ എക്കണോമിക്. ഈ പറയുന്ന എക്കണോമിക് ഡെവലപ്മെന്റിൽ എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ റോൾ എന്നുള്ളതും നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജൂൺ 2023 ആൻഡ് ഡിസംബർ 2023. ബ്ലോക്ക് 5ലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 19 ആൻഡ് യൂണിറ്റ് 20 ആണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ട്രിപ്സ് ആൻഡ് ട്രിംസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ FDI ട്രെൻഡ് റിലേറ്റ് ചെയ്തുമാണ് നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ട്രിപ്സ് ആൻഡ് ട്രിംസിന്റെ എന്താണ് ഇന്ത്യൻ ബിസിനസ്സിൽ ഇമ്പാക്ട് എന്നുള്ളത്, അതുപോലെ തന്നെ എന്താണ് FDI എന്നുള്ളതും അതിന്റെ പോളിസി ചേഞ്ചസ് എങ്ങനെയാണ് FDI അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. 20 മാർക്സിന് തന്നെയാണ് ഈ ഈച്ച് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈച്ച് യൂണിറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വന്റ്ലി ടോപ്പിക്സ് ആയിട്ട് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് ബ്ലോക്ക് 1ൽ നിന്നുള്ള യൂണിറ്റ് 3 ആണ്. അതുപോലെ തന്നെ റിഫോംസ് ഓഫ് ജൂലൈ 1991 ബ്ലോക്ക് 2 യൂണിറ്റ് 5, അതുപോലെ തന്നെ ബ്ലോക്ക് 4 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അതായത് യൂണിറ്റ് 16 ആണ് നമുക്ക് കൂടുതലും ഹൈ ഫ്രീക്വന്റ്ലി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്ത് പോകേണ്ട ഭാഗങ്ങൾ. ഇനി ഒരു കൺസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ തീംസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എക്കണോമിക് പോളിസീസ്, അതായത് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി, അതുപോലെ തന്നെ FDI ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ടോപ്പിക്സുകളാണ്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് അതായത് ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് 20 മാർക്സ് ആണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതായത് സോഷ്യൽ അക്കൗണ്ടിങ്, ട്രിംസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് 10 മാർക്സ് വെച്ചായിരിക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഹൈ ഫ്രീക്വന്റ്ലി ഏരിയാസ് ആയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഓൾറെഡി പറഞ്ഞ ബ്ലോക്ക് 1 യൂണിറ്റ് 3, അതുപോലെ തന്നെ ബ്ലോക്ക് 4 എക്കണോമിക് പോളിസീസ് ആൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ബ്ലോക്ക് 5 ഗ്ലോബലൈസേഷൻ ആൻഡ് FDI. ഇനി ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ, അതായത് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക് ആക്കുക അല്ലെങ്കിൽ ഒന്ന് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കി പോകേണ്ട ഭാഗങ്ങൾ തന്നെയാണ് ജൂലൈ 1991 റിഫോംസ്, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫിസിക്കൽ പോളിസീസ്. ഇതെല്ലാം നമുക്ക് എന്താണ് മൾട്ടി ഇയേഴ്സിലായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഇനി ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, റൈറ്റിംഗ് അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന്, FDI ട്രെൻഡ് ഇതിന്റെ ഭാഗത്ത് നിന്നെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റൈറ്റിംഗ് എഴുതിക്കൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി
റിവിഷൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് ബേസ് ചെയ്ത് നമ്മൾ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും ഫിസിക്കൽ പോളിസി, അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസ്, ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കൂടുതലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു വിഷ്വൽ അഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു വിഷ്വൽ പ്രസന്റേഷൻ ആണ് ആ ഒരു ഫ്രീക്വൻസി അനുസരിച്ച്, അതായത് നമുക്ക് വന്നിട്ടുള്ള ടോപ്പിക്സിന്റെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സിന്റെ ഇതനുസരിച്ച് നമുക്ക് ഫ്രീക്വൻസി നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ടോപ്പിക് 3 ടൈംസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. മാർക്ക് നോക്കുവാണെങ്കിൽ 20 മാർക്സ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ജൂലൈ 1991 റിഫോംസ്, FDI ട്രെൻഡ്സ്, ട്രിപ്സ് ആൻഡ് ട്രിംസ്, ഇതെല്ലാം നമുക്ക് 2 ടൈംസ് ആണ് ഫ്രീക്വന്റ്ലി കാണാൻ സാധിച്ചിട്ടുള്ളത്. മാർക്സ് നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ്, 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഒരു പ്രോബബിലിറ്റി റേറ്റിംഗ് എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ ഏത് തന്നെയാണ് വരുന്നത്, ബ്ലോക്ക് 1 സോഷ്യൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് തന്നെയാണ്. അതിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ് 3 തന്നെയാണ് ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് പോവേണ്ടത്. അതിൽ നമുക്ക് മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് സോഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഇനി യൂണിറ്റ് 4ലേക്ക് നോക്കുന്ന സമയത്ത് റോൾ ഓഫ് ഗവൺമെന്റും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബിക്കോസ് എന്താണ്, ഫ്രീക്വന്റ്ലി എന്താണ് റെഗുലേറ്ററി മാർക്കറ്റിനെ കുറിച്ചും കോണ്ടെക്സ്റ്റിനെ കുറിച്ചും ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട്. ഇനി ബ്ലോക്ക് 2 ലീഗൽ എൻവയോൺമെന്റിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് യൂണിറ്റ് 5 ആണ്. അതായത് ജൂലൈ 1991 റിഫോംസിനെ കുറിച്ച്, അതായത് അതിൽ നമുക്ക് എന്താണ് പോളിസി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടിന്യൂസ്ലി നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പോളിസീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ യൂണിറ്റ് 7 അതിൽ നിന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് നമ്മൾ ഒരു മീഡിയം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ജൂലൈ 1991 റിഫോംസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ബ്ലോക്ക് 4ലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 15 എക്കണോമിക് പോളിസീസും യൂണിറ്റ് 16 ഇൻഡസ്ട്രീസ് ആണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിലേറ്റ് ചെയ്തിട്ടുമാണ്. അത് രണ്ടും എന്ത് തന്നെയാണ്, ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. അതിന് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മാർക്സിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കൂടുതൽ ചോദിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലോക്ക് 5ലേക്ക് നോക്കുമ്പോൾ ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റിലേക്ക് നോക്കുന്ന സമയത്ത് ഗ്ലോബലൈസേഷൻ ആൻഡ് WTO യൂണിറ്റ് 19 ആൻഡ് ഓൾസോ യൂണിറ്റ് 20 ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകളാണ്. ട്രിപ്സ് ആൻഡ് ട്രിംസിനെ കുറിച്ചും FDIനെ കുറിച്ചും നമുക്ക് അല്ലെങ്കിൽ FDI ട്രെൻഡുകളെ കുറിച്ചുമാണ് നമുക്ക് അതിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുള്ളത്. അത് ഈ പറയുന്ന ഫ്രീക്വന്റ്ലി ചോദിച്ച് കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ള രീതിക്ക് കൊടുക്കേണ്ടത് ഹൈ പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ജൂലൈ 1991 റിഫോംസ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ്, ഗ്ലോബലൈസേഷൻ ആൻഡ് WTO, FDI ട്രെൻഡ്സ്, ഇതിന് തന്നെയായിരിക്കണം നമ്മൾ കൂടുതലും പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തു പോവേണ്ട അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ലിസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഒരു മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് സോഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത്. ലോവർ പ്രയോറിറ്റി അല്ലെങ്കിൽ നമുക്കൊരു കമ്പാരിറ്റീവ്ലി കുറവ് സമയം പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് വരുന്ന ടോപ്പിക്കുകളാണ് ഏതെന്ന് പറയുന്നത്,
കമ്പാരൻസീവ് ആയിട്ട് വരുന്ന പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പാരിസൺസ് വരുന്ന കാര്യങ്ങൾ. ഓൾറെഡി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഈ പറയുന്ന ഒരു ടാബ്ലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? നമ്മൾ ഈ പറയുന്ന ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിനെ നമുക്ക് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക, 60-70% ഓഫ് നമ്മുടെ സ്റ്റഡീസ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ essay ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ റിക്കവർ ചെയ്ത് പോയിന്റ്സ് എല്ലാം റിക്കവർ ചെയ്ത് മെമ്മറൈസ് ചെയ്ത് നമ്മൾ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് പ്രസന്റ് ചെയ്ത് തന്നെ നമ്മൾ നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ 20-30% ഓഫ് സ്റ്റഡി എങ്കിലും അല്ലെങ്കിൽ 20-30% ഓഫ് ടൈം എങ്കിലും നമ്മൾ മിനിമം മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടും ക്വിക്ക് റിവിഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടും മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ പറയുന്ന ലോവർ പ്രോബബിലിറ്റി ടോപ്പിക്സും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സ്റ്റഡീസിൽ. അതുപോലെ തന്നെ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അപ്പൊ നമുക്കൊരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിക്ക് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ 1-2 എക്സാംസ് അറ്റൻഡ് ചെയ്തവരാണ്. എങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എന്നും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. എങ്കിലും നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു ഫോർമാറ്റ് പ്രകാരം നമുക്കറിയാം എന്താണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 20 മാർക്സ് ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് പോയിന്റ് എന്നുള്ളതും നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാർക്സ് എന്ന് പറയുന്നത് 100 ആണ്. നമ്മൾ പാസ് മാർക്കായിട്ട് സ്കോർ ചെയ്യേണ്ടത് 40% ആണ്, അഥവാ 40 മാർക്സ് ആണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ്. ബ്ലോക്ക് 1-ൽ നിന്നും സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ നിന്നും സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന ബ്ലോക്ക് യൂണിറ്റിൽ നിന്നും, അതായത് യൂണിറ്റ് 3-ൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്കാനിങ് അല്ലെ, അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈനാമിക് ബിസിനസ് എൻവയോൺമെന്റിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2-ൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അത് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ജൂലൈ 1991 റിഫോംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3-ലേക്ക് നോക്കുന്ന സമയത്ത് റെഗുലേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ബ്ലോക്കിൽ നിന്നും സെബി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇമ്പോർട്ടൻസ് ഇൻ ഇന്ത്യൻ എക്കോണമി, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകേണ്ടതുണ്ട്. ബ്ലോക്ക് 4-ലേക്ക് നോക്കുന്ന സമയത്ത് ഫിസിക്കൽ പോളിസി റിലേറ്റ് ചെയ്തിട്ടും, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിലേറ്റ് ചെയ്തിട്ടും വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്ലോക്ക് 5-ലേക്ക് നോക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന ബ്ലോക്കിൽ നിന്നും മസ്റ്റ് ആയിട്ട് നമുക്ക് ട്രിപ്സ് ആൻഡ് ട്രിംസിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDI ഇൻ ഇന്ത്യനെ കുറിച്ചും നമുക്ക് കാര്യമായിട്ട് നോക്കാൻ അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു എമർജിംഗ് ട്രെൻഡിൽ നിന്നും ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് സാധിക്കുന്നുണ്ട്, എക്കണോമിക് റിഫോംസ് ഓൺ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പോവർട്ടി ഇൻ ഇന്ത്യ, അതായത് ഈ പറയുന്ന എക്കണോമിക് റിഫോംസ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ റോൾ എന്നുള്ളത് നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കുക. ആൻഡ് ഓൾസോ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അപ്ലിക്കേഷൻ ആൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ കേസ് ബേസ്ഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ബേസ്ഡ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ പറയുന്ന ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് ബിസിനസ് സ്ട്രാറ്റജീസ്, ഇന്ത്യയിലെ ബിസിനസ് സ്ട്രാറ്റജീസിനെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു, അതിന്റെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് വിത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, അതായത് ചലഞ്ചസ് ആണ് നമ്മൾ ഇന്ത്യയിൽ ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ എന്തെല്ലാം ചേഞ്ചസ് അല്ലെങ്കിൽ ചലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ എന്തൊക്കെ മെഷേഴ്സ് ആണ് ആ ഒരു കാര്യം നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ഡിസ്ട്രിക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ അനാലിസിസിന്റെ ബേസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, അതുപോലെ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതെല്ലാം നമുക്ക് കമ്പാരിറ്റീവ് ഫോമിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരാവുന്നതാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോസ്, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ IPRS, റോൾ ഓഫ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിലും വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്
ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിൽ നിങ്ങൾക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ ആയിരിക്കാം ഈ വരുന്ന അപ്കമിംഗ് ഡിസംബർ 2024 എക്സാമിന് നിങ്ങൾ നോക്കി പോകേണ്ട ടോപ്പിക്സ്, അല്ലെങ്കിൽ ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, വിത്ത് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.